ഇനിയും ബെന്നിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പോലീസിന് കീഴടങ്ങാൻ പോവുകയാണ്. എല്ലാം ഞാൻ അവരോട് തുറന്നു പറയും. തൽക്കാലം പോലീസിന്റെ ഉപദ്രവത്തിൽ നിന്നും നാൻസി രക്ഷപ്പെടുമല്ലോ. നേരിട്ട് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ ഭീരുത്വം കാണിക്കുന്നത്. എല്ലാം വിധി പോലെ വരട്ടെ. സ്നേഹത്തോടെ, ജോസി. ജോസി എവിടെ? ഞാൻ പോലീസിന് കീഴടങ്ങാൻ പോവുകയാണ്. ഛേ, എന്ത് മണ്ടത്തിലാണ് അയാൾ കാണിച്ചത്. പോലീസിന്റെ കയ്യിൽ അങ്ങനെ കിട്ടിയ ഇത് പിടിച്ചേ. എന്താ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. സൈഡലേക്ക് അങ്ങോട്ട് നീങ്ങിയില്ല. ഞാനെന്താ നീങ്ങിയിരിക്കുന്നു? 10-30 കൊല്ലം ഞാൻ വണ്ടി മുതുവരെ ഉള്ളിത്താങ്ങാൻ പറഞ്ഞില്ല. തമ്പി, ഏതാവത് വിവരം കിടച്ചാ ഉടനെ അറിയിച്ചിടുങ്കോ. ശരി മുറുക, ഒന്നും ചൊല്ലി പ്രയോജനമില്ല. அந்த 5000 கோடி തിരുമറി നടത്തിന് അർഷദ് മേത്താവ ഇന്നും ജയിലിലേക്കുള്ള പോള മുടിയില്ല. പിന്നെ അല്ലവാ இந்த 5 ലക്ഷം മോഷിച്ച പരേര அந்த അയോഗ്യപ്പയലേം കയ്യിലെ കിടച്ച ഞാൻ കൊല പണിട്ട് നീ ഇപ്പൊ പോലീസിന് പിടി കൊടുക്കരുത്. വിടാനാ പറഞ്ഞു. ഇല്ല, ഞാൻ സറണ്ടർ ആയില്ലെങ്കിൽ നാൻസി അവര് നിന്റെ പണമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. നമ്മുടെ സാധ്യല്ല. എന്ത് പറ്റി സ്വാമി? രജനീകാന്ത് ഇടിக்கிற മാതിരി ഇടിച്ചിട്ട് കാറിൽ ഏറി പോയാച്ച്. എന്റെ ഗുരുവായൂരപ്പ, ജോസി ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും. താനിപ്പോ 5 ലക്ഷവും തട്ടിപ്പറിച്ചുകൊണ്ടോടി വെറും ഒരു കള്ളനല്ല. മഹാരാഷ്ട്ര പോലീസിനും കേരള പോലീസിനും ഒരുപോലെ ആവശ്യമുള്ള പിടികിട്ട പുള്ളിയാണ്. ബോംബെ അധോലോകത്തിലെ ഒരു പ്രധാന കണ്ണി. ബോംബെയോ? കുട്ടിക്കാലത്ത് മമ്മിയുടെ കൂടെ വേളാങ്കണ്ണി പോയതൊഴിച്ചാൽ കേരളത്തിന് പുറത്ത് എവിടെയും ഞാൻ പോയിട്ടില്ല. അത് നമ്മക്കല്ല അറിയുള്ളൂന്ന്. ആ പെരേരല്ല നീന്ന് പോലീസിനും കൂടി ബോധ്യാവണ്ടേ? അവരെ ഇടികൊള്ളുമ്പോ പെരേരല്ല ദാവൂദ് ഇബ്രാഹിം ആണെന്ന് വരെ സമ്മതിച്ചു. അയ്യോ, ഇതിപ്പോ പെരേര എന്ന് പേരുള്ള വേറെ ആരോ ചെയ്യുന്ന മോഷണങ്ങളാണ് ഇയാളുടെ തലയിൽ വന്നിരിക്കുന്നത്. കൂടുതൽ സസ്പെൻസ് ഒന്നും വേണ്ട. നീ ഇപ്പൊ പറഞ്ഞ ആ പെരേരയാണ് ഈ പെരേര. ഒളിച്ചുകളി എനിക്കിഷ്ടമല്ല. ഓൺലി സ്ട്രൈറ്റ് ഡീലിങ്സ്. എനിക്കിപ്പോ വേണ്ടത് എന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റിനാണ്. Dead or alive. ഇവനെ കയ്യിൽ കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇങ്ങോട്ട് വാടാ മോനെ. വാ മോൻ, വാ. വാടോ. വാ. I say come. Come on. Come on. Come here, I say. Nice boy. ഐജിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ഐജിയുടെ മുഖത്തിന് എന്ത് പറ്റി സാർ? ഓ, സ്റ്റേഷന്റെ തൊട്ട് മുമ്പിൽ വെച്ച് കിട്ടിയിട്ട് പോലും പെരേരയെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ? പെരേര എത്തിയ സമയത്ത് തന്നെ
കേരള എക്സ്പ്രസ് അതുവഴി വന്നതാണ് സർവത്ര കുഴപ്പത്തിനും കാരണം. എന്റെ കയ്യിൽ ഒരു ചുവന്ന തുണി ഉണ്ടായിരുന്നു, അത് വീശി കാണിച്ച് ഞാൻ ട്രെയിൻ നിർത്തിച്ചാനേ ഓടാ. അല്ലെങ്കിൽ ഈ കേരള എക്സ്പ്രസ് എപ്പോഴും ലേറ്റാ. അല്പമെങ്കിലും നെറിവുണ്ടെങ്കിൽ അത് വഞ്ചിനാടിന് മാത്രമാണ്. വേണാടൊക്കെ പോയി. സാർ ഒന്ന് നോക്കിയാൽ കേരള എക്സ്പ്രസിലും ജയന്തി ജനതയിലൊക്കെ സീസൺ ടിക്കറ്റുകാരെ റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ കേറ്റില്ല എന്ന് മന്ത്രി പറയുന്നത് വളരെ കഷ്ടമാണ്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. എടോ, തന്നെ വിളിപ്പിച്ച കാര്യമെന്ത്, താൻ പറയുന്ന കാര്യമെന്ത്? സാർ എന്ന് പറഞ്ഞാൽ ഈ ഹർഷത്തിനേട്ട അങ്ങനെ. ഓ, താനങ്ങോട്ട് മാറി നിൽക്കേ. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ. കുഞ്ഞീശോ സാർ, ഈ പെരേര രക്ഷപ്പെട്ടതിനെ കുറിച്ച് താൻ എന്ത് പറയുന്നു? സാർ എന്റെ ബലമായ വിശ്വാസം പെരേര അവന്റെ ഗ്യാങ്ങുമായിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നതാണെന്നാ. എന്ത്? ഹേയ് ഒന്നുമില്ല. പിന്നെ വീരപ്പൻ നടത്തിയത് പോലെ ഒരു വെല്ലുവിളി ആയിക്കോട്ടെ സാർ ഇത്. വെരി ഗുഡ്. തന്റെ ഈ ഫൈൻഡിങ്ങിൽ കലമ്പില്ലാതില്ല. പിന്നെ അവൻ ഓടിക്കളഞ്ഞത് അന്തരീക്ഷം പന്തിയല്ലെന്ന് കണ്ടതുകൊണ്ടാവാം. കറക്റ്റ്. സ്റ്റേഷനിൽ കുറച്ച് പോലീസുകാരെ കൂടി പോസ്റ്റ് ചെയ്ത തിരക്കില്ല സാർ. ഏത് നിമിഷവും ഇതുപോലുള്ള ആക്രമണ ശ്രമങ്ങൾ വീണ്ടും തുറന്നേക്കാം. That's right. ആ, ഇതൊക്കെ പറഞ്ഞപ്പോഴാ ഓർത്തത്. സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ പെരേര എവിടെ പോയിരിക്കും സാർ? ഉം. തന്റെ ആ. അമ്മായിയപ്പന്റെ വീട്ടിലേക്ക്. Nonsense. എല്ലായിടത്തും പെരേര തിരക്ക് മുതലാളി ഇനി പല്ലവി ഞാൻ കേട്ടുപോരുത്. എന്റെ ദൈവമേ, കുറെ മണ്ടന്മാരെയാണല്ലോ എനിക്ക് അസിസ്റ്റൻസ് ആയി കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെ അങ്ങനെ അങ്ങ് അവമാനിക്കരുത് മുതലാളി. ഞങ്ങളുടെ ബുദ്ധി തെളിയിക്കാൻ ഒരവസരം കൊടുത്തന്നൂടെ? അയ്യടാ, ഇനി പെരേര ഇവിടെ കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുവരിക. അപ്പൊ അവൻ താനെ ഇവിടെ വന്നോളൂ. ഇതായി മുതലാളിയുടെ കുഴപ്പം. ഞാനും ഈ ഐഡിയ പറയാനിരുന്നതാ. പറയാനായി നാക്കെടുത്തത് മുതലാളി പറഞ്ഞത് ഒരുമിച്ചായിരുന്നു. ഐഡിയയുടെ ക്രെഡിറ്റ് മുതലാളിക്ക് കിട്ടിയേ. ഇങ്ങനെ ഓ അയ്യോ അയ്യോ, കാമുച്ചി, നീ മറുപടി ഒന്നും சொல்லவில்லை. இதுக்கு என்ன கண்டவரோட வாயில நோக்கி நடந்து கொண்டല്ലേ ஆண்குட்டிகளை காசு அடிச்சுட்டு போயது. காமாட்சி, நீ அப்படி சொல்லாத. உன்னை கல்யாணம் பண்ணதுக்கு அப்புறம் நான் யாருடையும் வாயிலே பார்த்ததில்லை. ஆமா, இப்போ உங்களுக்கு என்ன வேணும்? இந்த வீடும் ப்ராப்பர்ட்டியும் செக்யூரிட்டியை கொடுத்தா கொஞ்சம் ரூபா கிடைக்கும். அந்த ரூபா கம்பெனி கொடுத்துடலாம். இல்லைன்னா கம்பெனி இந்த வீடு ஜப்தி பண்ணிடும். ஜப்தி பண்றதுக்கு இங்க யாராவது வந்தா அவங்க கையும் காலும் வெட்டி விடுவேனாக்கும். ஆமா, காமாட்சி, கொஞ்சம் கருணை காட்டடி. ஏதாவது ஜாமீன் கொடுக்கலன்னா எம்டி என்ன பிடிச்சி ஜெயில தள்ளுவான். அப்படியா? ஆமா. எனக்கு ஒரு சந்தேகம். கேளடி கண்மணி, உங்களை எந்த ஜெயில போடுவாங்க? கண்ணூரா, திருவனந்தபுரமா? இல்ல, திருவனந்தபுரமா இருந்தா எனக்கு ரொம்ப சௌகரியமா இருக்கும். எனக்கு இந்த ஜூ மியூசியம் எல்லாம் பார்க்கணும்னு ரொம்ப நாளா ஆசை. ஜூக்கு வரும்போதெல்லாம் அப்படியே ஜெயில வந்து உங்களையும் பார்க்கலாமோ? எலிக்கு பிராண வேதனை, பூச்சிக்கு வீண வாயனை. கண்ணா, நீங்க சொன்னப்பதான் ஞாபகம் வந்தது, இந்த வீட்டுல ரொம்ப எலி சல்யம். இப்படி ஹார்ட் இல்லாம பேசாது. எனக்கு மனசுல ஒரு பாட்டு தோன்றது. மயில புடிச்சு காலை உடைச்சு ஆட சொல்ற உலகம், குயில புடிச்சு ஜெயில அடைச்சு கூக சொல்ற உலகம். நான் குயில, நீ மயிலடி. இத பாருங்க, நீங்க என்ன தொந்தரவு பண்ணி பிரயோஜனம் இல்ல. உங்க பணம் யாரோ தட்டி பறிச்சதானே? நிஜமா? அந்த ஆளை இதுவரை போலீஸ் பிடிக்கல. இல்லை. அப்போ ஒண்ணு பண்ணுங்க, நீங்களும் யாருடையங்களும் கையில இருந்து பணம் தட்டி பறிச்சிருங்க. என்ன? எனக்கு தட்டி பறிச்சு பரிச்சயம் இல்ல காமாட்சி. ஒண்ணு பண்ணுங்க, 2-3 வாட்டி தட்டி பறிச்சிருங்க. தானே எக்ஸ்பீரியன்ஸ் வந்துருமே. മുള്ളു കുത്തിയ എറുമ്പ് കടിക്കും. പിച്ചക്കാരനാക്കിയത് നീ ഒപ്പനട പിച്ചക്കാരൻ. പകലെടുത്ത് തന്നെ പണില്ല, കേവലപ്പെടുത്തിട്ടുകളെ കുറുക. யாரையும் காணாம ஒருத்த மறந்து தெய்வமே சம்பந்தமாயிருக்கேன். என்ன பண்ணலாம்? പിച്ചക്കാരനായ എഗ്രിമെന്റ് പ്രകാരമുള്ള 10 ലക്ഷത്തിൽ 7 ലക്ഷം തന്നു കഴിഞ്ഞു. ബാക്കി 3 ലക്ഷം 20-ാം തീയതി തന്നേക്കാം. ഓക്കെ? ഓക്കെ. മുരുക, ആണ്ടവാ, ഇവൻ താൻ ടാർജറ്റ്.